ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു വാട്ട് ഈറ്റിൻ്റെ ഡേ വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ നിന്ന് തന്നെയായിരുന്നു ഇന്നും തുടക്കം. അതിനുശേഷം ഒരു ഗ്ലാസ് പാലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും കഴിച്ചു. പിന്നെ തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബദാമും കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ബദാം അങ്ങനെ കഴിച്ചു, ഉണക്കമുന്തിരി ആ വെള്ളത്തിൽ തന്നെ ജ്യൂസ് പോലെ ആക്കിയിട്ട് അങ്ങനെ കുടിച്ചു. അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ, നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും അതുപോലെ തന്നെ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാകാനൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു ആപ്പിൾ കഴിച്ചു. ഇന്ന് ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല വീട്ടിൽ നിന്ന്, കാരണം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, 10-11:30 പിന്നെ നേരെ ഒരു ഹോട്ടലിൽ കയറി പൂരിയും കിഴങ്ങ് കറി, പിന്നെ അവിടെ ഒരു വൈറ്റ് ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി, പിന്നെ തക്കാളി ചമ്മന്തി, അതൊക്കെ കൂട്ടി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ പൂരി, നല്ല ബോൾ പോലെ ഇരിക്കുന്ന പൂരിയും കിഴങ്ങ് കറിയൊക്കെ അടിപൊളി ടേസ്റ്റാട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു കോഫിയും കൂടെ കുടിച്ചു. കോഫിക്ക് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, അത് കുടിച്ചതേ എനിക്ക് മത്തടിച്ച പോലെ ആയിപ്പോയി. പിന്നെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി, അതിൻ്റെ അകം നിറച്ച് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ചോക്ലേറ്റ് കഴിച്ചു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക പുഴുങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ഏത്തയ്ക്ക പുഴുങ്ങി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മീനിൻ്റെ കുറച്ച് ഗ്രേവിയൊക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 12:30 കഴിഞ്ഞു കഴിച്ചപ്പോഴേക്കും. പിന്നെ ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും കരിക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ലഞ്ച് കഴിക്കാൻ നന്നായിട്ട് ലേറ്റായി കേട്ടോ. ഇത്രയും കഴിച്ചതല്ലേ, 2-2:30 ആയപ്പോഴാണ് ലഞ്ച് കഴിച്ചത്. ലഞ്ചിനായിട്ട് ഇന്ന് ചോറും പിന്നെ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, അവിയലും പിന്നെ കേരയുടെ മീൻകറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. കേര മീൻകറിയും അവിയലും നല്ല കോമ്പിനേഷൻ ആട്ടോ. പിന്നെ ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴേക്കും നെയ്യപ്പം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ നെയ്യപ്പത്തിന്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് കോഫിയും കൂടെ കുടിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. പിന്നെ നൈറ്റിലത്തെ ഫുഡിന് കറിയായിട്ട് മുട്ട വറുത്തതും പിന്നെ കേരമീൻ കറി ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ സെയിം ആയിരുന്നു കറികളൊക്കെ തന്നെ. പിന്നെ അവിയലുണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടാക്കിയായിരുന്നു, ഒരു അടിപൊളി സാലഡ്, കുക്കുംബറും അതുപോലെ ക്യാബേജ്, ഉള്ളി അങ്ങനെയൊക്കെ ഇട്ട് സാലഡൊക്കെ ഉണ്ടാക്കി. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്